ഗബ്രിയുടെ ഫോട്ടോ നോക്കിയുള്ള ജാസ്മിൻ്റെ സംസാരം പതിവ് പോലെ എല്ലാ ദിവസവും ബീബി വീട്ടിൽ നടക്കാറുണ്ട്. ഇന്നലെ രാത്രിയും ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുനും സിജോയുമായിട്ടൊക്കെ താൻ കമ്പനി ഉണ്ടെങ്കിലും താൻ പറയുന്നത് മൊത്തം കേട്ടുകൊണ്ടിരിക്കാനൊന്നും അവരെ നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് ഗബ്രിയുടെ ഫോട്ടോ നോക്കി പരാതി പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ. പിന്നെ പുറത്തെന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് ഗബ്രി എന്ന് ജാസ്മിൻ പറയുന്നു. ബാക്കിയുള്ളവരുടെ പേരൻസ് ഒക്കെ വരുമ്പോൾ മക്കളോട് അവർ നിന്നെക്കുറിച്ച് ഞങ്ങൾ വളരെ പ്രൗഡാണ് എന്ന് പറയാറുണ്ട്. ഇതും പറഞ്ഞ് കുറച്ചു നേരം മൂഡ് ഓഫ് ആയിരിക്കുകയാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോൾ ജാസ്മിനെ പറ്റി എന്തായിരിക്കും പറയുക എന്ന് ജാസ്മിന് ചെറിയൊരു ആശങ്കയുണ്ട്. അത്തായും അനിയനെയും ഉമ്മായും എല്ലാം കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നൊക്കെ ഫോട്ടോയോട് ജാസ്മിൻ പറയുന്നുണ്ട്. പാരൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കരയുന്നത് കാണുമ്പോൾ ആളുകൾ കരുതും കുറച്ചു മാസം മാറി നിൽക്കുമ്പോഴേക്കും ഇത്രയ്ക്ക് കരയാൻ എന്താ ഉള്ളതെന്ന്. അതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസത്തെ പരിചയമുള്ള നിന്റെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുമ്പോഴും ആളുകൾ പറയും ഈ പെണ്ണിന് എന്തിൻ്റെ കേടാണെന്ന്. ഇതെല്ലാം ജാസ്മിൻ തന്നെയാണ് പറയുന്നത്. ഈ സമയത്ത് റൂമിലേക്ക് വന്ന അഭിഷേക് ജാസ്മിൻ വാ നമുക്ക് കുറച്ച് ലോകകാര്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ ബിസിയാടാ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ജാസ്മിൻ അപ്പോൾ അഭിഷേകിനോട് മറുപടിയായി പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഋഷിയും അൻസിബയും അങ്ങോട്ടേക്ക് വന്നു. അബി വാടാ നമുക്ക് പുറത്തുപോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് അബി പറഞ്ഞു. ജാസ്മിൻ എവിടെ ഉറങ്ങുകയല്ലേ എന്ന് ഋഷി ചോദിച്ചു. അവൾ ഉറങ്ങുമൊന്നുമല്ല, അവളത് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അബി പറഞ്ഞു. റൂമിലേക്ക് വന്ന ഋഷിക്ക് ജാസ്മിൻ്റെ ഈ ഡ്രാമ കണ്ട് സത്യത്തിൽ വെറുപ്പാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഋഷി പറഞ്ഞു, എടാ വാടാ നമുക്ക് പുറത്തുപോയി സംസാരിക്കാം, അവൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, നമ്മൾ അവൾക്കൊരു ശല്യമാവണ്ടല്ലോ എന്ന്. അവൾക്കൊരു ശല്യവുമില്ല എന്ന് അബി പറഞ്ഞപ്പോൾ എടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ശല്യമാവുന്നുണ്ട്, വാ നമുക്ക് പുറത്തു പോകാമെന്ന് ഋഷിക്ക് ഓപ്പണായി പറയേണ്ടി വന്നു. അപ്പോൾ തന്നെ ജാസ്മിൻ്റെ കൗണ്ടർ, ഞാനത് മനസ്സിലിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നതിന് ഇവരെല്ലാം ജാസ്മിൻ ഒരു ശല്യമായിരുന്നു. എന്തായാലും അബിയും ഋഷിയും അൻസിബയും എല്ലാം ഉടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നീട് ജാസ്മിൻ അന്ന് നടന്ന ടാസ്കിനെ പറ്റിയും ടാസ്കിൽ പൊട്ടിയതിനെ പറ്റിയും ഓരോരോ കാര്യങ്ങൾ ഫോട്ടോ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നാളെ ജാസ്മിൻ്റെ വീട്ടുകാരെല്ലാവരും ബീബി വീട്ടിലെത്തും. പിന്നീട് എന്തൊക്കെ നടക്കും എന്നറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.